ഇതുപോലെ നല്ലൊരു ജോലിയും എല്ലാം ഉണ്ടായിട്ടും ഞാൻ മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം വർക്ക് പ്രഷർ. സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടി. എൻ്റെ പാഷനായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഉറച്ചൊരു തീരുമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ഓഫ്ലൈനിൽ നിന്നും പോയത്. മൈൻഡ് പവർ ഉപയോഗിച്ച് പാഷനെ സ്വന്തം ലക്ഷ്യമാക്കി മാറ്റിയിട്ടുള്ള വ്യക്തിയാണ്. വർക്ക് സ്ട്രെസ്, ഫാമിലി പ്രഷർ എന്നിവയിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ കൈത്താങ്ങായി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. സോ നമുക്ക് എല്ലാവർക്കും വെൽക്കം ചെയ്യാം. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ലെറ്റ് മീ ഇൻവൈറ്റ് മിസ്സസ് പ്രവിത ബിജിത്. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഭയങ്കര പ്രഷറുള്ള ഒരു ലൈഫിൽ നിന്നും മാറി സ്വന്തം പാഷനായിട്ടുള്ള ഒരു ജോബ് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ഒരു ഡ്രീം ലൈഫ് എത്ര പേർക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്? അതിന് ഞാൻ എന്തൊക്കെ സ്റ്റെപ്സുകളാണ് യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടോ? അതുപോലെ നിങ്ങൾക്കും എന്നെ പോലെ നിങ്ങളുടെ ഡ്രീം ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താങ്ക് യു. ഞാൻ പ്രവിത ബിജിത്, പാരന്റിംഗ് എക്സ്പേർട്ടും മോട്ടിവേഷണൽ സ്പീക്കറുമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ടേണിംഗ് സ്റ്റോറി പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും റെഡിയാണല്ലോ അല്ലേ? യെസ്. എങ്ങനെ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്രയും കോൺഫിഡൻസോടുകൂടി വന്ന് നിൽക്കുന്നു എന്നുള്ളത്, നിങ്ങളുടെ പെർമിഷനോടുകൂടി ഞാൻ എൻ്റെ കഥ പറയട്ടെ. ഞാൻ കോഴിക്കോടിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 22 വർഷമായി പല സ്ഥാപനങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. 1500 രൂപ മുതൽ മാസം വിദേശത്ത് 1 ലക്ഷം രൂപ വരെ മാസശമ്പളം കിട്ടുന്ന ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തുണ്ടായിട്ടും നമ്മുടെ മനസ്സ് തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻസ് എത്ര പേർക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്? താങ്ക് യു. ഇതുപോലെ നല്ലൊരു ജോലിയും എല്ലാം ഉണ്ടായിട്ടും ഞാൻ മെൻ്റലി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം വർക്ക് പ്രഷർ. അതിൽ നിന്നും ഞാൻ ഓവർകം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ വെയിറ്റ് 67 കിലോ ആയി. PCODയും ഡയബറ്റിക്കും വന്നു. മെൻ്റലി ഞാൻ ഭയങ്കര ഡിപ്രസ്ഡായി. ഞാൻ വിചാരിച്ച ലൈഫ് ഇതായിരുന്നില്ല. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെ ഓവർകം ആവണമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫേസ്ബുക്കിൽ വിപിൻ സാറിൻ്റെ 99 രൂപയുടെ ഒരു മൈൻഡ് പവറിൻ്റെ ക്ലാസ്സിൻ്റെ ആഡ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു കൗതുകത്തിന് വേണ്ടി ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. രേഷ്മ മിസ്സിൻ്റെ മെൻറ്റർഷിപ്പും സാറിൻ്റെ ഗൈഡൻസും കൂടി ആയപ്പോൾ ഞാൻ മൈൻഡ് പവർ സിൽവർ സ്റ്റുഡൻ്റായി മാറി. കൂടുതൽ പഠിക്കാൻ വേണ്ടി ഞാൻ മൈൻഡ് ഡയമണ്ട് എടുത്തു. അങ്ങനെ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടി. എത്ര പേർക്ക് അതറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്? യെസ്, അതിൻ്റെ ഉത്തരം മൈൻഡ് ബ്ലോക്കാണ്. നമുക്ക് എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ മൈൻഡ് ബ്ലോക്ക് ആണെങ്കിൽ നമുക്കൊരു സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ആ മൈൻഡ് ബ്ലോക്ക് എങ്ങനെ മാറ്റണമെന്ന് സാറിൻ്റെ ക്ലാസ്സിൽ തന്നെയുള്ള NLPയിൽ ഒരു TV ടെക്നിക്ക് ഉപയോഗിച്ച് ഞാൻ എൻ്റെ മൈൻഡ് ബ്ലോക്ക് മാറ്റി. മൈൻഡ് ബ്ലോക്ക് മാറിയപ്പോഴോ എൻ്റെ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. ഒരു മാജിക് ചെക്ക് ഉപയോഗിച്ച് ഞാൻ വിഷ്വലൈസ് ചെയ്ത കുടുംബസ്വത്ത് എനിക്ക് വന്നു. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ ബോർഡ് ഉപയോഗിച്ച്, വിഷൻ ബോർഡ് ഉപയോഗിച്ച് ഞാനൊരു കാറ് വാങ്ങി. 100 അഫർമേഷൻസ് എഴുതിയതിൽ എനിക്ക് 2 ഫോറിൻ ട്രിപ്പ് പോകാൻ പറ്റി. താങ്ക് യു. എ ബിഗ് താങ്ക് ഓഫ് യു സർ. സാറിന് വലിയൊരു നന്ദി. അങ്ങനെ ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. വീണ്ടും ചെറിയൊരു ഗ്യാപ്പിന് ശേഷം DMHൽ ഞാൻ വന്നു. അങ്ങനെ കഴിഞ്ഞ DMR ഓഫ്ലൈനിൽ എനിക്ക് നിങ്ങളെപ്പോലെ ഇരുന്ന് ഓഡിയൻസിലിരുന്ന് പ്രോഗ്രാം കാണാനുള്ള ഒരു അവസരം ലഭിച്ചു. ഒരുപാട് സ്പീക്കേഴ്സ് വന്ന് സംസാരിച്ചു പോയി. അതിൽ സ്വന്തം പ്രയത്നത്തോടു കൂടി 1 കോടി നേടിയ സ്നേഹശ്രീ മാഡത്തിൻ്റെ ഒരു സ്പീച്ച് ഞാൻ കേൾക്കാനിടയായി. സ്നേഹശ്രീ മാഡത്തിൻ്റെ മൈൻഡ് പവറും കോൺഫിഡൻസും എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. സ്നേഹശ്രീ മാഡത്തിന് പറ്റുമെങ്കിൽ എനിക്കും പറ്റുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഹൗ മെനി ഓഫ് യു വിൽ ടേക്ക് സച്ച് എ ഡിസിഷൻ ടുഡേ? യെസ്. അങ്ങനെ ഒരു എൻ്റെ പാഷനായ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഉറച്ചൊരു തീരുമാനത്തോട് കൂടിയിട്ടാണ് ഞാൻ കഴിഞ്ഞ ഓഫ്ലൈനിൽ നിന്നും പോയത്. അതിൻ്റെ റിസൾട്ടോ
ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു സ്പീക്കറായി ഇത്രയും കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നു എന്നുള്ളത്. ഇതിന് ഞാൻ യൂസ് ചെയ്ത 3 സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സീക്രട്ട് നമ്പർ 1, സെൽഫ് റെസ്പെക്ട് ഈസ് ദ അൾട്ടിമേറ്റ് ടൂൾ ഫോർ എ വുമൺസ് സക്സസ്. ഷാലു മാമിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ആത്മാഭിമാനം ഏതൊരു സ്ത്രീയുടെയും വിജയത്തിൻ്റെ രഹസ്യത്തിൻ്റെ പുറകിലുണ്ടെന്ന്. 1,00,000 രൂപ ഞാൻ മാസശമ്പളം വാങ്ങുന്ന സമയത്തും ഞാൻ മെൻ്റലി അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ പാഷനായിട്ടുള്ള ജോബ് ചെയ്യുമ്പോൾ ഞാൻ മെൻ്റലി സാറ്റിസ്ഫൈഡ് ആണ്. സീക്രട്ട് നമ്പർ 2, ബിലീവ് ബിഫോർ യു അച്ചീവ്. നിങ്ങൾ എന്താണോ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. കഴിഞ്ഞ ഓഫ്ലൈൻ DMRൽ ഞാൻ വന്നപ്പം ഒരുപാട് സ്പീക്കേഴ്സ് അവരുടെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റോറീസ് പറയുന്നത് ഞാൻ കേട്ടു. ആ സമയം തന്നെ ഞാൻ വിഷ്വലൈസ് ചെയ്തു, അടുത്ത DMRൽ ഈ സ്റ്റേജിൽ വന്നെന്ന് ഇങ്ങനൊരു സ്പീക്കറായിട്ട് എനിക്ക് സംസാരിക്കണം എന്ന്. അതാണ് എന്നെ ഇന്ന് ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്ന് നിർത്തുന്നത്. താങ്ക് യു ഓൾ. സീക്രട്ട് നമ്പർ 3, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, നന്ദി പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ലഭിക്കുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക. അങ്ങനെ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലും, എത്ര തളർന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ വിശ്വാസം അത് ഏറ്റവും മുന്നിലുണ്ടാവണം. എന്നെ ഇന്ന് ഈ ഒരു പൊസിഷനിലേക്ക് ഇവിടെ ക്ഷണിച്ച വിപിൻ സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ പറയുന്നു. അതുപോലെ മെൻ്റലി സപ്പോർട്ട് ചെയ്ത ഷാലു മാമിനും, പിന്നെ അതുപോലെ ഈ സ്പീച്ച് ഇത്ര മനോഹരമായി ഡെലിവറി ചെയ്യാൻ എന്നെ സഹായിച്ച സുരഭി മാമിനും രേഷ്മ മാമിനും, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എൻ്റെ പാഷൻ ഇത്രയധികം മുന്നോട്ട് എത്തിക്കാൻ എന്നെ സഹായിച്ച വിമൽ സാറിനും, അതുപോലെ ഷൽമ മാം, ശരണ്യ മാം, പ്രിയ മിസ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അതുപോലെ ഇത്രയും മനോഹരമായ ലൈറ്റ്സും സൗണ്ടും ഒക്കെ അറേഞ്ച് ചെയ്ത എല്ലാ JJ ടീം മെമ്പേഴ്സിനും ക്രൂസിനും എൻ്റെ നന്ദി പറയുന്നു. അതുപോലെ ഇത്രയും നേരം എൻ്റെ ഈ ഒരു സ്പീച്ച് ക്ഷമയോടുകൂടി കേട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾ ഉയർച്ചകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്പീച്ച് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി. Pravita, super, standing ovation.